ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജിൻസി, അതായത് ജിൻസിക്കുള്ള 8ന്റെ ചുട്ട മറുപടിയാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതായത് ജിൻസി വിചാരിക്കുന്നത് നമ്മളൊക്കെ പൊട്ടന്മാരാണ്, നമ്മളൊക്കെ കഴിക്കുന്നത് ചോറല്ല മണ്ണ് വാരിയാണ് കഴിക്കുന്നതെന്ന്. ഇത്തിരി ബുദ്ധിയുണ്ടോ ജിൻസി നിനക്ക്? അതായത് കഴിഞ്ഞ ദിവസം ജിൻസി പറയുകയാണ്, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ പേര് പുറത്തു വന്നു. അതായത് ജിൻസി പറയുന്നത്, ഞാൻ ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരോ ആ പടത്തിന്റെ പേരോ ആരും പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ നല്ല രീതിയിൽ ചർച്ച ചെയ്യണം നമ്മൾ. അതായത് നമുക്ക് വേറെ പണിയില്ലല്ലോ. ജിൻസിയെ ആരോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ജിൻസിയെ ആരോ അഭിനയിക്കുന്നതിനിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യണം. എന്തൊരു ഊളത്തരമാണ്. അതായത് ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവരുടെ പേര് പറയാതെ ആരോ എങ്ങനെയോ വന്ന് ജിൻസി സെയിന്റ് ടോം ചാക്കയുടെ പേരാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ജിൻസി പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാണ് സെയിന്റ് ടോം ചാക്കയുടെ പേര് പറയുന്നത്? ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് പേരൊന്നും പറയാത്ത ഒരാളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്? അപ്പൊ ഏതായാലും ജിൻസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും മറുപടി കൊടുക്കാം. ഓക്കെ, ചോദിക്കുന്നില്ല. ഈ പേര് പുറത്തു വന്നെന്ന് പറയണേ, എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ? താങ്ക് യു സോ മച്ച് ഫിലിം ചേംബർ. ഞാൻ പറയാണ്, ഇവരാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിന്നൊരു ടീമാണ് ഈ ഫിലിം ചേംബറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ആൾ. ആൻഡ് ആ സാറിന്റെ വായനാണോ ഇത് വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട 3-4 പേർ നിരന്തരം ധൈര്യമൊക്കെ പകർന്ന ശേഷമാണ് വിൻസി പേര് പറയാൻ തയ്യാറായത്. വിൻസി ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഈ കൊടുത്ത പരാതിക്ക് അതെ, ഡെഫിനറ്റ്ലി ഞാൻ അത്രയും ഒരു 100 വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത്. എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത്. ആ പരാതിക്കാരിയുടെ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്തു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിന്റെ, മലയാള സിനിമയുടെ ഫിലിം ചേംബറിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആള് നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു. ഞാൻ വ്യക്തമായി പറയുന്നു, പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. പെർട്ടിക്കുലർലി ടു ദാറ്റ് ഫിലിം ചേംബറിന് ഞാൻ സമർപ്പിച്ചിട്ടുള്ള പരാതി അയാൾ പറഞ്ഞ് ബാക്കി 2 സംഘടനകൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനും അതുപോലെ തന്നെ അമ്മയ്ക്കും. ദി സ്പെസിഫിക് IC മോണിറ്ററിംഗിന് അയച്ചിട്ടുള്ള പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. നോക്കുക, ജിൻസി പറയുകയാണ്, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരൊന്നും ആരും പുറത്തു പറയാൻ പാടില്ല. അതായത് ആരാണ് ഇത്തരത്തിൽ ചെയ്തതെന്നും ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ ലോകം, കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യണം. ജിൻസിയെ ആരോ കയറി പിടിക്കാൻ പോയിട്ടുണ്ട്, ജിൻസിയെ ആരോ ഉപദ്രവിക്കാൻ പോയിട്ടുണ്ട്, ജിൻസിക്ക് മര്യാദ പോലെ സിനിമാ മേഖലയിൽ പണിയെടുക്കാൻ ആരും അനുവദിക്കുന്നില്ല എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യണം. നമുക്കൊന്ന് വേറെ പണിയില്ലല്ലോ. നോക്കുക, ജിൻസി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ സിനിമയുടെ വലിയ ആൾക്കാർ ജിൻസിയോട് ചോദിക്കുകയാണ്, ആരാണ് ഇത്തരത്തിൽ നിന്നെ ചെയ്തത്? ജിൻസി അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരോടും ഒന്നും പറയാൻ പാടില്ല, എനിക്ക് ഇത്തരത്തിൽ ബാഡ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായത് സെയിന്റ് ടോം ചാക്കോയിൽ നിന്നാണെന്ന്. നോക്കുക, അതിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ജിൻസി പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ സെയിന്റ് ടോം ചാക്കോയുടെ പേര് പറഞ്ഞത്? അപ്പൊ നീ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത്? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. അതായത് ജിൻസിയെ ഉപദ്രവിച്ച ആളെ പേര് പറയാൻ പാടില്ല. നമ്മളിങ്ങനെ ചർച്ച ചെയ്യണം ജിൻസിയെ പറ്റിയിട്ട്. നമുക്കെന്ത് വേറെ പണിയില്ല? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, വേറെ പണിയില്ലേ? പിന്നീട് ഒരു കാര്യം ജിൻസിയോട് എനിക്ക് പറയാനുള്ളത്, ഈ സംഭവം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നതും ഇതിനെക്കുറിച്ച് പറയുന്നതും. നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ കേസിന് പോയിട്ടില്ല? അപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാമില്ലേ? നിങ്ങളുടെ കയ്യിൽ യൂട്യൂബില്ലേ? നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? അതിൽ ഏതിനെങ്കിലും ഒന്നിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ? 4 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് പറയുന്നത്?
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ നല്ലൊരു ഒന്നെങ്കിൽ ഇവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജിൻസി വെറുതെ പച്ചക്കള്ളം പറയേണ്ടതാണോ, അതും അല്ലെങ്കിൽ ജിൻസി അതായത് അവരുടെ സമ്മതപ്രകാരം ഷൈൻ ടോം ചാക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പിന്നീട് വാക്ക് മാറിയതിനു ശേഷം ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിട്ടുണ്ടോ. ഓക്കെ, ജിൻസി ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതികരണം കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഷൈൻ ടോം ചാക്കോയുടെ കുടുംബത്തിന്റെ പ്രതികരണം വരികയാണ്. ഷൈനെ വേട്ടയാടുന്നുവെന്ന് കുടുംബം. 10 കൊല്ലമായി വേട്ടയാടൽ തുടരുകയാണ്. വിൻസിയുമായും വിൻസിയുടെ കുടുംബവുമായും ചെറുപ്പം മുതലേ ബന്ധമുണ്ടെന്നും കുടുംബം. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയും അമ്മ മരിയയുമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ 10 കൊല്ലമായി വേട്ടയാടുകയാണ്. ആദ്യം ഒരു ലഹരി കേസ് വന്നു, പിന്നെ അതിന് തെളിവില്ലായിരുന്നു. അങ്ങനെ ആ കേസ് അവസാനിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം വേട്ടയാടലുകൾ വരുന്നത്. ഇപ്പോഴുള്ള വിവാദത്തോട് അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. വിൻസിയുമായി ചെറുപ്പം മുതലേ അടുപ്പവും ബന്ധവുമുള്ള, അത്രയും അടുപ്പമുള്ളൊരു കുടുംബപരമായി തന്നെ അടുപ്പമുള്ളവരാണ്. പ്രത്യേകിച്ചും പൊന്നാനിയിൽ ഇരു വീട്ടുകാരും ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചെറുപ്പം മുതലേയുള്ള അടുപ്പവും സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്. കഴിഞ്ഞ 4 മാസം മുമ്പാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുവരും ഒരുമിച്ച് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു പരാതി ഉയർന്നു വന്നില്ല. പിന്നീടാണ് ഇത്തരം ഒരു പരാതി ഉയർന്ന് വരികയും ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. ഷൈനുമായി നോക്കുക, ഈ കുടുംബത്തിനോട് 2 ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് കുടുംബം ആദ്യം പറഞ്ഞു 10 വർഷമായി വേട്ടയാടുന്നു എന്ന്. നമുക്കൊക്കെ അറിയാം ഷൈൻ ടോം ചാക്കോയെ ആദ്യം പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു? ലഹരി. അതായത് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നിങ്ങളുടെ മകൻ ഇതുവരെയായിട്ട് MDMA പോലത്തെ ഒരു സാധനവും യൂസ് ചെയ്തിട്ടില്ല? നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അതിനുശേഷം ഈ കുടുംബം പറയുന്ന രണ്ടാമത്തെ കാര്യം, ജിൻസിയുമായിട്ട് നല്ല അടുപ്പമാണ്, ജിൻസിയുടെ കുടുംബമായിട്ട് ഞങ്ങൾക്കും ജിൻസിയുടെ കുടുംബമായിട്ട് നല്ലൊരു അടുപ്പമാണ്. ഓക്കെ, ആയിരിക്കാം. ജിൻസിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ജിൻസി പറയുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ കേസിന് പോയത്, പുറം ലോകം അറിയിച്ചതെന്ന് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പറയുന്നത് ഒരു ശരിയായ കാര്യം തന്നെയാണ്. അതിനെനിക്ക് ജിൻസിയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് 4 മാസം വൈകിച്ചു? അതാണ് അതായത് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, പ്ലേറ്റൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഫുഡ് എങ്ങോട്ട് പോയി ചോദിച്ച പോലത്തെ ഒരു അവസ്ഥയായി പോയല്ലോ. അപ്പോഴെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അപ്പോൾ ജിൻസിയുടെ ഒരു നാടകമാണ്. എന്നെ ചൊടിപ്പിച്ച കാര്യം ഒരൊറ്റ കാര്യമാണ്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്തു വരുമ്പോൾ ജിൻസി പറയുന്നു, എന്തിന് പേര് പുറത്തു പറയുന്നു, പിന്നെ എന്തിന് നീ കംപ്ലൈന്റ് പറയുന്നു പൊന്നാര മോളെ. അപ്പൊ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. യുവമാർക്ക് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.